ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ട്രേഡേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോകാം. നാളെ മാർക്കറ്റ് അവധിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് 2025 ഏപ്രിൽ 9 ബുധനാഴ്ചയാണ്. ഇന്ന് എക്സ്പയറി ഒന്നുമില്ല. ഇന്നലെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു 4 പ്രാവശ്യമാണ് സെൻസെക്സിന് ഞങ്ങളുടെ ടീമിന് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ, അതായത് 1:5 1:4 ലെവലുള്ള ടാർഗറ്റുകൾ 4 പ്രാവശ്യം അച്ചീവ് ചെയ്യാൻ സാധിച്ചു. കാരണം സിഗ്സാഗ് മൂവ്മെൻറ്റ് പ്രോപ്പർലി ടാക്കിൾ ചെയ്തുകൊണ്ട് അത് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഹയസ്റ്റ് പ്രോഫിറ്റാണ് ഇന്നലെ ബുക്ക് ചെയ്തത്. അറൗണ്ട് 68,000 സംതിങ് ആണ് ഇന്നലെ ബുക്ക് ചെയ്തത്. നല്ലൊരു ദിവസമായിരുന്നു ഇന്നലെ. മാർക്കറ്റിൽ കാര്യമായ മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായില്ലെങ്കിലും സെൻസെക്സ് അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ അല്ലെങ്കിൽ ന്യൂസ് അപ്ഡേറ്റ്സ് നോക്കാം. ന്യൂസ് അപ്ഡേറ്റ്സിൽ പോകുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ്. ഏപ്രിൽ 10 ശ്രീ മഹാവീർ ജയന്തിയാണ് നാളെ. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. നാളത്തെ എക്സ്പയറി അപ്പോൾ ഇന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിഫ്റ്റിയുടെ എക്സ്പയറി ഇന്നത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ന്യൂസിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 22,500 സപ്പോർട്ട് എടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞാൻ ചാർട്ട് കാണിച്ചത് നിങ്ങളോട് പറഞ്ഞത് 21,800 ലെവലിൽ ഒരു സൂപ്പർ സപ്പോർട്ടാണുള്ളത് എന്നുള്ളത്. അവിടെ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ ബൗൺസ് ബാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഈ ഒരു മൊത്തത്തിലുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് കാണുമ്പോൾ ഇന്നോ നാളെയോ ആയിട്ട് മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്ത് താഴെ ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇനി അതല്ല മാർക്കറ്റ് തിരിച്ച് അപ്വേർഡ്സ് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും വളരെ നല്ല കാര്യമാണ്. ഒത്തിരി ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്കിൽ ഫണ്ട് ബ്ലോക്കായി കിടക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു റിലീഫ് ഉണ്ടാവണം. എന്തായാലും നോക്കാം. വരും ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് അത് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ US മാർക്കറ്റും നല്ല രീതിയിൽ താഴോട്ട് പോയിട്ടുണ്ട്. ഒരു വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ട് S&P 500 5000 പോയിന്റിന്റെ താഴെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ദെൻ വോഡാഫോൺ ഐഡിയ അവരൊരു നല്ല ഐഡിയ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഗവൺമെൻറ്റിന് ഒരുപാട് ലോൺ തിരിച്ചടവും അങ്ങനെയൊക്കെ ഒരുപാട് പേയ്മെൻറ്റ് അവർ കൊടുക്കാനുണ്ട്. അപ്പോൾ അവർ ഓരോ സമയത്തും വോഡാഫോൺ ഐഡിയൻ്റെ ഷെയർ ഗവൺമെൻറ്റിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്തി ഇപ്പോൾ ലാസ്റ്റ് ഇഷ്യൂ ചെയ്തത് 36,950 കോടിയുടെ ഷെയർസ് ഗവൺമെൻറ്റിന് ഇഷ്യൂ ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഷെയർ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് 48.99% ആയിട്ടുണ്ട്. ഇനി ഒരു 2%, അതായത് 51%, 50%ത്തിൽ കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ അതിൽ, അല്ലെങ്കിൽ ഷെയർ ഹോൾഡിംഗ് ഗവൺമെൻറ്റിൻ്റെ സൈഡിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും വോഡാഫോൺ ഐഡിയ അവരുടെ എല്ലാം തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. കാരണം മെജോറിറ്റി ഓഫ് ഷെയർസ് ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു പൊതുമേഖലാ സ്ഥാപനം പോലെ കൺസിഡർ ചെയ്യേണ്ടി വരും. എല്ലാ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിന് മേലേക്ക് വരും. ഇത്രയും വലിയൊരു കമ്പനിയാണ്, ഇന്ത്യ മൊത്തത്തിലുള്ള ഒരു കമ്പനിയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വോഡാഫോൺ ഐഡിയക്ക് കുറച്ചുകൂടെ ഒരു സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. ഗവൺമെൻറ് സൈഡിൽ ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നായിട്ട് കയറി വരും. കാരണം എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഇൻവെസ്റ്റേഴ്സിന്. ഗവൺമെൻറ് കമ്പനി ആകുമ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. US ചൈനീസിനെതിരെ 104% താരിഫാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഭയങ്കര കോമഡിയാണ് US പ്രസിഡന്റ് ചെയ്യുന്നത്. ഒരു മെച്ചേർഡ് ആയിട്ടുള്ള തീരുമാനങ്ങളെക്കാളും കൂടെ ഒരു വാശിപ്പുറത്ത് ഒരു ആവേശത്തിൻ്റെ മുകളിൽ താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യം ചൈനീസിന് ഇമ്പോർട്ടിന് 25% കണ്ടാണ് അവർ ടാക്സ് കൊണ്ടുവന്നത്. ട്രംപ് താരിഫിൻ്റെ ഇത് പ്രകാരം 25% ആയിരുന്നു ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ചൈനീസ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എതിരിൽ US പ്രൊഡക്ട്സ് ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് 34% അവർ ടാക്സ് ഏർപ്പെടുത്തി. അപ്പോൾ ട്രംപ് ഇതറിഞ്ഞ ഉടനെ തന്നെ അയാൾ നേരെ കൊണ്ടുപോയിട്ട് ഇത് ചില്ലറ പൈസക്കൊന്നും കാത്തിക്കാതെ നേരെ 104%ത്തിലേക്ക് അവരുടെ താരിഫ് ഉയർത്തി. അതായത് ചൈനീസ് പ്രൊഡക്ട്സ് US-ലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ 104% ടാക്സ്. സ്വാഭാവികമായിട്ടും ചൈനീസ് പ്രൊഡക്ട്സിന് ഭയങ്കരമായിട്ട് പ്രൈസ് കൂടും. ഇതിൻ്റെ ഇടയിൽ ഗുണമുണ്ടാവുന്ന മറ്റൊരു രാജ്യമുണ്ട്. അതേതാണെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാൻ പറ്റും. അത് ഇന്ത്യയാണ്. ചൈനയും US-ഉം തമ്മിലുള്ള ഈ ട്രേഡ് വാറിൽ വിജയിക്കാൻ പോകുന്നത് ഇന്ത്യയാണ്. അതായത് തമ്മിലടിച്ച രണ്ടുപേരും അല്ല വിജയിക്കുന്നത്, മൂന്നാമത്തെ ഒരാളാണ് വിജയിക്കാൻ പോകുന്നത്. കാരണം 104% ചൈനീസ് പ്രൊഡക്ട്സിന് 104% താരിഫ് വന്നു കഴിഞ്ഞാൽ
ചൈനയിലുള്ള പ്രൊഡക്ഷൻ കമ്പനി, അതായത് ഇന്റർനാഷണൽ കമ്പനീസ് ചൈനയിൽ നിന്ന് പതുക്കെ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം ചൈനയുടെ അഡ്രസ്സിൽ അവർക്കത് US-ലോട്ട് ഇമ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ US-ന്റെ തന്നെ കമ്പനികൾ ചൈനയിൽ വർക്ക് ചെയ്യുന്നത് അവർക്ക് അവിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ടാക്സ് പേ ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ടും അവരടുത്ത് നോക്കുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് ഇന്ത്യ ആയിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ അതിനുള്ള ലാൻഡ് ഉണ്ട്, മാൻ പവർ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഇതുകൊണ്ട് നല്ല നിലയിലുള്ള മെച്ചം, ഒരുപാട് പ്രൊഡക്ഷൻ പ്ലാന്റുകൾ ഇന്ത്യയിലേക്ക് എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത് കണ്ടറിയണം നമുക്ക്. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. കാരണം ട്രാൻസ്പോർട്ടേഷൻ, റോഡ് നെറ്റ്വർക്ക് ആയാലും ഇപ്പം വളരെ മികച്ച റോഡ് നെറ്റ്വർക്കാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ എല്ലാ രീതിയിലും നല്ല രീതിയിൽ കാര്യങ്ങളുണ്ട്, ഒരു ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുണ്ട്. സോ നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടൈറ്റൻ അവരുടെ Q4 റിസൾട്ട് 25% ഒരു ഗ്രോത്ത് ആണ്. മെയിനായിട്ട് വാച്ചും ഗോൾഡ് ഓർണമെന്റ്സും ആണ് അവർ ഏറ്റവും കൂടുതൽ അവരുടെ ബിസിനസ് വിപുലീകരിക്കാൻ സഹായിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ കാണാൻ സാധിച്ചത്. ദെൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ഞാൻ നിങ്ങളുടെ ഇൻവൈറ്റ് ചെയ്യാണ്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ഗ്രീനിലാണ് അവസാനിച്ചത്. കാരണം US മാർക്കറ്റ് ഇന്ന് രാവിലെ കുറച്ച് നേരമായിട്ടുള്ളൂ, അതിന് മുൻപേ ആണ് US മാർക്കറ്റ് അവസാനിച്ചിട്ടുള്ളത്, അതിന് മുൻപെയാണ് നമ്മുടെ മാർക്കറ്റ് അവസാനിച്ചിട്ടുള്ളത്. സോ നമ്മുടെ മാർക്കറ്റ് ഗ്രീനിലായിരുന്നു, ദെൻ യൂറോപ്യൻ മാർക്കറ്റ് ഗ്രീനിലായിരുന്നു, പക്ഷേ US മാർക്കറ്റ് റെഡിലായി. സ്വാഭാവികമായിട്ടും നമ്മുടെ മാർക്കറ്റ് ഇന്ന് റെഡിൽ അവസാനിക്കാനുള്ള സാധ്യതകളുണ്ട്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ജപ്പാന്റെ നിക്കി 1064 പോയിന്റ് റെഡിലാണ് അവസാനിച്ചത്. ചൈനീസ് മാർക്കറ്റിന്റെ അപ്ഡേറ്റ് ഇവിടെ കാണിക്കുന്നില്ല. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്ന ചില ദിവസങ്ങളിൽ അത് ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള US ആണ് നമ്മൾ ഡാറ്റ എടുക്കുന്ന ഡാറ്റ സോഴ്സ് US ബേസ്ഡ് ആണ്. ചിലപ്പോൾ അതിൻ്റെ ഒരു കാരണം കൊണ്ടായിരിക്കാം ചൈനീസ് മാർക്കറ്റിന്റെ അപ്ഡേറ്റ് കിട്ടാത്തത്, എന്താണെന്ന് അറിയില്ല. വരും ദിവസങ്ങളിൽ അത് കൃത്യമാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും സോഴ്സിൽ നിന്ന് ഡാറ്റ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 22,598 ഇന്ന് ഓപ്പൺ ആയത് 590. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ദെൻ അവിടെ നിന്ന് മാർക്കറ്റ് ഒറ്റ വരവായിരുന്നു താഴോട്ട്. 22,350 249 പോയിന്റോളം താഴോട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഇറങ്ങി വന്നിട്ടുള്ളത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ സ്റ്റിൽ 21,800 എന്ന സപ്പോർട്ട് ലെവൽ അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ മുകളിലാണ് മാർക്കറ്റിൽ 22,000 എന്ന ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടിയുണ്ട്. 22,000 എന്ന റൗണ്ട് നമ്പർ എല്ലാവരും ഒരു കൺസേൺ ആയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പോൾ അത് അവിടെ ഉണ്ട്. 22,000 ആകുമ്പോൾ എത്തുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പൊസിഷൻ സ്ക്വയർ ഓഫ് ആവും, അല്ലെങ്കിൽ ഷോർട്ട് ചെയ്തവരൊക്കെ അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തും. 22,000 കടന്നാലും ഒരു ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് 21,800 അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ട്രാൻസാക്ഷൻസ് വരും. മാർക്കറ്റ് ചിലപ്പോൾ ഓപ്പോസിറ്റ് പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അറിയാൻ സാധിക്കും. അത് ഗോൾഡിന്റെ പ്രൈസ് കുറയാണ് ചെയ്തിട്ടുള്ളത്. $2,989 കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ രൂപയുടെ മൂല്യവും സ്ലിപ്പായിട്ടുണ്ട്. 86 രൂപ 26 പൈസ, 85 രൂപ 45 പൈസ വരെ ഇത് എത്തിയിരുന്നു. പക്ഷേ വീണ്ടും സ്ലിപ്പായി 86 രൂപ 26 പൈസയിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഇനി ഗ്ലോബൽ ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇവന്റ് ആയിട്ട് ക്യാഷ് റിസർവ് റേഷ്യോ, RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, ഈ രണ്ട് ഡാറ്റയാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തു വരാനുള്ളത്. ജപ്പാൻ കൺസ്യൂമർ കോൺഫിഡൻസ്, മെക്സിക്കോ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, USA EIA ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, USA FOMC മിനിറ്റ്സ്, USA API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്. ഇത്രയും ഇവന്റുകളാണ് US-ൽ നിന്നും വരാനുള്ളത്. ദെൻ റിസൾട്ട് ഇന്ന് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ BF യൂട്ടിലിറ്റീസ് എന്നുള്ള ഒരേ ഒരു കമ്പനിയാണ് എനിക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. F&O ബാനിൽ 3 കമ്പനികളാണ് വന്നിട്ടുള്ളത്. ബിസോഫ്റ്റ്, ഹിൻകോപ്പർ, മണപ്പുറം, ഇങ്ങനെ 3 കമ്പനികളാണ് വന്നിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഇന്നലത്തെ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 4,994 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,097 കോടിയുടെ ബൈങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,897 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വിഡ്രോ ചെയ്യപ്പെട്ടതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സെക്ടറൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇൻട്രാഡേയിൽ എല്ലാ സെക്ടറുകളും ഗ്രീനിലാണ് അവസാനിച്ചത്. കാരണം മാർക്കറ്റ് ഒരു സ്ട്രൈറ്റ് താഴെ ഓപ്പൺ ആയാലും എവിടെ ഓപ്പൺ ആയാലും മാർക്കറ്റ് ഇന്നലെ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഹയസ്റ്റ് ഗ്രോത്ത് കിട്ടിയിരിക്കുന്നത് ഇവിടെ PSU ബാങ്കിനാണ്. 2.64% ഉണ്ട്. അതേപോലെ ബാങ്കിങ് സെക്ടറിൽ ഫിനാൻസ് ബാങ്ക് ഇവിടെ 1.31, എല്ലാം തന്നെ 1 തന്നെ ഉള്ളൂ. അപ്പോൾ ഇവിടെ PSU ബാങ്കിൽ 2.64% വന്നിട്ടുണ്ട്. റിയാലിറ്റിയിൽ 2.47% ഗ്രോത്ത് ഇന്നലെ കിട്ടിയിട്ടുണ്ട്.
ദെൻ ETF പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ബീസ്, ബാങ്ക് ബീസ്, ഓട്ടോ ബീസ് ഈ 3 ETF പ്രോഫിറ്റിലാണ് അവസാനിച്ചത്. ബാക്കി 3 നെഗറ്റീവിലാണ്. ഏകദേശം 249ഓളം ETF നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്ത 6 ഞാൻ ഇവിടെ വായിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ETF ഞാൻ വായിക്കുന്നത്. ഇന്നലത്തെ മാർക്കറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ മാർക്കറ്റിൽ 89 പോയിന്റ് മുന്നേറ്റത്തിൽ, അഥവാ 0.4% മുന്നേറ്റത്തിൽ 22,535 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച 777 പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ മാസത്തിൽ നോക്കുകയാണെങ്കിൽ 805 പോയിന്റിന്റെ ഒരു നഷ്ടമാണ് മാർക്കറ്റിന് നിഫ്റ്റിക്ക് ഉള്ളത്. അതായത് 805 പോയിന്റ് ഒരു 2-3 ദിവസം കൊണ്ട് റിക്കവർ ആകാൻ പറ്റുന്ന ഒരു സംഭവം തന്നെ ഉള്ളൂ. നോക്കാം നമുക്ക് എന്തായാലും. മറ്റ് സെക്ടറുകൾ എല്ലാം തന്നെ ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചത്. ദെൻ ഇന്നത്തേക്കുള്ള ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 0.7 ആണ്. 0.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കയ്യാലപ്പുറത്താണ്. ബെയറിഷ് മോഡിലേക്ക് പോകുന്നതിൻ്റെ ഒരു ബൗണ്ടറി ലൈനാണ്. 0.7 താഴെ ബെയറിഷ് എന്നാണ് കണക്കൂട്ടാറുള്ളത്. സോ ഇതൊരു ബെയറിഷ് മൂവ്മെന്റിന്റെ തുടക്കമായിട്ട് നമുക്ക് കണക്കൂട്ടാം. ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുള്ളത് 23,000-ലാണ്. 1,11,00,000 അവിടെ കോൾ റൈറ്റിംഗ് ഉള്ളത്. ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് 22,500-ലാണ്. 83 ലക്ഷമാണ്. വിക്സ് നിൽക്കുന്നത് 20.44 അതൊരു ബൗണ്ടറി ലൈനാണ്. ഇൻട്രാഡേ ട്രേഡേഴ്സിന് 20ന്റെ മുകളിൽ വിക്സ് ഉണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും മികച്ച ഒരു കാര്യം. എന്തായാലും ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ കെയർഫുള്ളായിട്ട് വലിയ സ്റ്റോപ്പ് ലോസുകൾ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ക്വാണ്ടിറ്റി കുറച്ച് വലിയ സ്റ്റോപ്പ് ലോസിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആവാൻ സാധ്യതയുണ്ട്. സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തത് 22,535-ലാണ്. ഇനി ഇന്നത്തേക്കുള്ള മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ CPR വന്നിരിക്കുന്നത് 22,519, 501, 484 18 പോയിന്റിന്റെ ഗ്യാപ്പിലാണ് CPR ലൈൻസ് ഉള്ളത്. നോട്രേറ്റ് സോൺ 506-ൽ 469-ൽ 37 പോയിന്റിന്റെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ നോട്രേറ്റ് സോണാണ് കിട്ടിയിരിക്കുന്നത്. ദെൻ 37 പോയിന്റ് അത്യാവശ്യം ലാർജ് ആയിട്ടുള്ളതാണ്. അതേപോലെ CPR അതിന്റെ അകത്താണ് വന്നത്. 506 അല്ല, ടോപ്പ് CPR 519-ലാണ് നിൽക്കുന്നത്. അതേപോലെ ബോട്ടം CPR അല്ല, നോട്രേറ്റ് സോണിന്റെ ബ്രേക്ക് ഡൗൺ ലെവല് 469, 519 ഈ റേഞ്ചിലാണ് നിങ്ങൾ നോട്രേറ്റ് സോൺ കണക്ക് കൂട്ടേണ്ടത്. 469, 519 ഏകദേശം 40 പോയിന്റിന്റെ ഒരു നോട്രേറ്റ് സോൺ ഫോം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മൂവ്മെന്റ് ഒന്നുകിൽ എക്സ്ട്രീം ലെവലിലുള്ള വൊളാറ്റൈലായിട്ട് ഭീകരമായ മൂവ്മെന്റ് കിട്ടും, അല്ലെങ്കിൽ ഇന്നൊരു റേഞ്ച് ബൗണ്ട് പോവാൻ സാധ്യതയുണ്ട്. ഈ 2 സാധ്യതകളാണ് ഉള്ളത്. രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിച്ചേക്കാം. സോ വളരെ കെയർഫുൾ ആയിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്യുക, അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് പോവുക. ഇനി 22,519 കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ മാർക്കറ്റ് 22,788 വരെ കയറി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല 22,469 കട്ട് ചെയ്ത് താഴെ വരികയാണെങ്കിൽ 22,284 വരെ ഏകദേശം 180 പോയിന്റ് താഴോട്ട് വരാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 519-ന്ന് 788 എന്ന് പറയുമ്പോൾ 260, 270 പോയിന്റിന്റെ ഒരു മുന്നേറ്റത്തിനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 180 പോയിന്റ് താഴോട്ട് വരാനും സാധ്യതയുണ്ട്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് എവിടെ ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ്. മാർക്കറ്റ് വന്നിട്ട് 22,700 ലെവലിലൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഫർദർ അതൊരു ഒത്തിരി മുകളിലോട്ട് പോകും എന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം അതിന്റെ റേഞ്ച് അവിടെയാണ്, താഴോട്ടാണ് ഇറങ്ങി വരേണ്ടത്. അതേപോലെ 22,284 താഴെയൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ റേഞ്ചിലല്ല. അവിടെ നമ്മൾ ഒരുപാട് പ്രവചനങ്ങൾക്ക് ശ്രമിക്കാതെ മാറി നിൽക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഡയറക്ഷൻ അത് തരുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അതല്ലാതെ നമ്മൾ ഒത്തിരി കണക്ക് കൂട്ടി പ്രതീക്ഷകൾ നമ്മൾ മെയിനായിട്ട് പേഴ്സണലി സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു അബദ്ധമാണ്. അവരുടെ മുൻവിധികൾ ഈ അനാലിസിസ് റിപ്പോർട്ടിന്റെ കൂടെ അവർ അങ്ങോട്ട് തള്ളിക്കയറ്റി വയ്ക്കും. അതായത് അവരുടെ ഉള്ളിൽ ഇപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഞാനൊരു കോൾ ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇന്ന് രാവിലെ വന്നിട്ട് മാർക്കറ്റ് എങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാലും മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നൊരു റിസൾട്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ഉള്ളിൽ അത് ഓൾറെഡി അത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഇന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ന്യൂട്രലായി ചിന്തിക്കാനോ ഒന്നും ചെയ്യില്ല. ഒരു ബയാസ്ഡ് ആയിരിക്കുക എല്ലാം തന്നെ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ ന്യൂട്രലായിട്ട് നിഷ്പക്ഷമായി നിന്നിട്ട് ട്രാൻസ്പെറൻ്റായി നിന്നിട്ട് ഡാറ്റ എടുത്ത് അതിൽ എന്ത് റിസൾട്ട് ഉണ്ടോ അതിനെ വിശ്വസിക്കുക. അല്ലാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ അതിൽ കുത്തിത്തിരികെ വെച്ചിട്ട് ഒരു റിപ്പോർട്ട് എടുക്കാതിരിക്കുക. ഓൾറൈറ്റ്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആയിരിക്കട്ടെ. നാളെ മാർക്കറ്റ് അവധിയാണെങ്കിൽ ഇന്ന് എക്സ്പയറി ഉണ്ടാവും. സോ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.